ഹായ് നമസ്കാരം, ഞാൻ പ്രസീത. ഫ്രീ ടൈം വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീനെക്ക് ഡിസൈനാണ്. ഇതിൽ പീറ്റർ പാൻ കോളർ ഉൾപ്പെടുത്തി ഒരു ട്രെൻഡി ടച്ച് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. വീനെക്കിൻ്റെ ഇന്നർ പോർഷൻ ഈ കാണുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കും. അത് നമുക്ക് ഔട്ടറിൽ നോക്കുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം വേറൊരു ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്സൈഡ് പോർഷൻ നമ്മൾ ഏത് നെക്കിൻ്റെ ഡിസൈനാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാൻ. കോർണറൊക്കെ നല്ല വൃത്തിക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. എന്നാൽ മാത്രം ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഔട്ടർ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ ഒരു വി കട്ടാണ് അതിൻ്റെ എൻഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് അതേ ഷേപ്പിൽ തന്നെ നമ്മളത് തയ്ച്ചെടുക്കുകയാണ്. ഞാൻ ഈ കാണുന്ന ഫോട്ടോയിൽ പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ഫാബ്രിക്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ സൈഡിലേക്ക് നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇത് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറുടെ ആണ് കേട്ടോ. ഇത് സാരിയാണ്. സാരി അത് കംപ്ലീറ്റ് ചെയ്ത് ചുരിദാറിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭാഗം പുറത്തേക്ക് വരുത്തുക. എന്നിട്ട് അതിൻ്റെ കോർണർ ഉണ്ടല്ലോ, ഈ വി കട്ടാണ് ഞാൻ അതിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് സൂചി വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കോർണറൊക്കെ നല്ല വൃത്തിക്ക് കിട്ടും. നന്നായിട്ട് അയൺ ചെയ്തെടുക്കും കേട്ടോ. ഞാനിത് അയൺ ചെയ്തെന്ന് കാണിക്കുന്നില്ല. അതിനുശേഷം ലൈനിങ് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ലൈനിങ് പോർഷനിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രണ്ടിലോട്ട് പീറ്റർ പാനൽ വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ റോങ് സൈഡിൽ ലൈനിങ്ങിലാണ് ഇത് ആദ്യം തയ്ച്ച് പിടിപ്പിക്കുന്നത്. ആ വീനക്ക് ഞാൻ ആദ്യം തയ്ച്ചില്ലായിരുന്നു ഒരു ഇന്നറിലൊരു സ്റ്റിച്ച് കൊടുക്കണമെന്ന്. അത് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിഫ് കാണില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിച്ച് കൊടുത്തത്. പിന്നെ നോച്ചസ് ഒക്കെ ഇട്ടിട്ട് ഇത് തിരിച്ചെടുക്കുക. ഇനി തയ്ക്കുന്ന ഭാഗത്ത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ഞാൻ കറക്റ്റായിട്ട് തയ്ച്ചുകൊണ്ട് അതിൽ എക്സ്ട്രാ ഫാബ്രിക് ഒന്നും ഇല്ല.